എടാ അതായത് നിന്നെ പോലത്തെ ജോലിക്കാരില്ലേ, അവരാണ് ഈ കടയിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. നിന്റെ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരും വരില്ല. അങ്ങനെ പതിയെ കച്ചവടം കുറയുമ്പോൾ കാർന്നൊരു താനെ കട പൂട്ടിക്കോളും. നിങ്ങളെ കൊല്ലാൻ പറ്റൂട്ടോ. അതില് വിഷമുണ്ടായിരുന്നു. ശരണിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും ബൺമസ്കയും ചായയും അങ്ങനെ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൊച്ചിയെ സംബന്ധിച്ച ഹിറ്റായിരിക്കുകയാണ്. അത്യാവശ്യം വില കുറഞ്ഞ ബട്ടറിന് ഒരു 600 രൂപ. പ്രോപ്പറായിട്ടൊരു ബൺമസ്ക് ഉണ്ടാക്കാൻ ബേസിക് ഇൻഗ്രീഡിയൻറ്റ് കോസ്റ്റ് മാത്രം മേബി 50. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്ന വിലക്ക് അവർക്ക് വിൽക്കാൻ പറ്റുക? അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. സിമ്പിൾ ബട്ടറിൽ ഉപയോഗിക്കുന്ന ഡാൽഡയാണോ? അതൊന്നുമല്ല, അതിനേക്കാളും വില പറഞ്ഞ സാധനമുണ്ട്. മാജറിയും 1 കിലോയ്ക്ക് 80 ചില്ലറ രൂപയുള്ളൂ. ബട്ടറിനെക്കാളും കാണാൻ ഫിനിഷിങ്, വെൽവെറ്റിയ, സോഫ്റ്റ്, പൊളിയ. അണ്ണാൻ കുഞ്ഞും തന്നാലായെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങള് ഈ നാടിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ചത്തു. നിങ്ങൾ ഈ പറയുന്നത് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ലല്ലോ. ഒരു തവണ കഴിച്ചാലല്ല, സ്ഥിരമാക്കണ്ട. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ജങ്ക് ഫുഡാണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ബൺമസ്ക് ഒന്നും അങ്ങനെ അല്ല. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ ബൺമസ്കുകളെതിരാണ്. എന്തേ ബൺമസ്ക് നിങ്ങളെ പിടിച്ച് കടിച്ച പലരും തെറ്റിയിരിക്കുന്നത് ബണ്ണും ബട്ടറും. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നല്ല പ്യുവർ ബട്ടറും വെച്ച് നല്ല ബണ്ണും വെച്ച് ബാക്കി നല്ല സെറ്റപ്പിൽ ചെയ്യണമെങ്കിൽ നല്ല വിലക്ക് കിട്ടണ്ടേ? അതിൽ ചേർത്തൊക്കെ പറഞ്ഞുതരാം, പക്ഷെ അതിനെക്കാട്ടിലും വലുത് എന്റെ മനസ്സിലെ തോന്നല. ഇനി ആരും സൂത്രം കാണിച്ചാ. അപ്പൊ ശരിയാണ്, ബൺമസ്കൊക്കെ നിങ്ങളെ കൊല്ലാൻ പറ്റും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ദി സ്റ്റാർട്ട്. നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. അമൂലിന്റെ ബട്ടർ അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടറുടെ മേടിക്കുന്നതും കണ്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങള് പ്യുവർ ബട്ടറാണ്. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. ആ ചീസിന്റെ കൂടാരം കാണാം, അത് തിരാമിസ് സ്റ്റാർട്ട് ചെയ്തോണ്ട് അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചീസ് യൂസ് ചെയ്യുന്നത്. അപ്പോ ക്വാളിറ്റി കാര്യത്തിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്നെ തോന്നി. ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണത്തിൽ നമ്മൾ ഒരു കുറവും വരുത്താറില്ല. താനൊരു മണ്ടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലേ. ഞങ്ങളുടെ ബൺമസ്ക് കഴിക്കൂ, ഇത്ര പ്രശ്നമൊന്നുമില്ല. ക്വാളിറ്റി 100% ആണ്. എത്ര പിള്ളേർ വന്നിട്ട് അതിന്റെ പാരന്റ്സ് ചോദിക്കുന്നത് പിള്ളേർ കഴിക്കാൻ പറ്റും, മനസ്സിൽ ഒരു കുത്തുലടകൾ പറയും, പിള്ളേർക്ക് കൊടുത്തു എന്ന് പറയും. ഇതെന്താണ് പതിവില്ലാതെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എന്തോ നാണക്കേട് മറക്കാനുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തിനാണ് ഈ ബൺമസ്ക് വെക്കുന്ന പാവങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരുടെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർ പാവങ്ങളല്ല, അവർ നന്നായിട്ട്. ഈ 2 ദിവസം കൂടി നാളെ മൊത്തം ഞാൻ മാറി ഒരു പാവപ്പെട്ടന്റെ കട പൂട്ടിക്കാൻ നോക്കിയാ മലരെന്ന് പറഞ്ഞു. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് തെറി വിളിക്കാം. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? മിൽക്ക് എന്ന് പറയുന്ന സാധനം ഭയങ്കര കുഴപ്പമാണ്. 30% ഇന്ത്യക്കാർക്ക് മാത്രമേ പാല് നന്നായി ദഹിപ്പിക്കാൻ പറ്റുള്ളൂ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. 70% പേര് അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലാവും. കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. ഞാൻ ചാൻസ് എടുക്കില്ല, ഞാൻ മിനറൽ വാട്ടർ മാത്രമേ കുടിക്കൂ. അതിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം എന്തെങ്കിലും ജേംസ് കാണും.